ഏവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SAR ഓഫ് ബെൻസോഡൈസിപ്പീൻസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു ബെൻസോഡൈസിപ്പീൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ 3 റിങ്സ് ആണ് വരുന്നത്. എ റിംഗ് ഉണ്ട്, ബി റിംഗ് ഉണ്ട്, സി റിംഗ് ഉണ്ട്. എ റിംഗിൽ വരികയാണെങ്കിൽ R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ബി റിംഗ് വരികയാണെങ്കിൽ R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ നൈട്രജൻ്റെ മുകളിലുണ്ട്. സി റിംഗിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു R3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള ഒരു പൊസിഷനുണ്ട്. ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ റിംഗ് എയുടെ കാര്യം എടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് നമ്പറിങ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഈ ഒരു പൊസിഷൻ ഫിഫ്ത്ത് ആണ്, പിന്നെ 6th പൊസിഷൻ, 7th പൊസിഷൻ, 8th പൊസിഷൻ, 9th പൊസിഷൻ, ഇങ്ങനെ നമ്പറിങ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. റിംഗ് എ എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ. റിംഗ് എയിൽ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലോറിൻ, ബ്രോമിൻ, NO2 അല്ലെങ്കിൽ CN 7th പൊസിഷൻ എന്ന് പറയുന്നത് ഈ R1 എന്ന് പറയുന്ന പൊസിഷനാണ്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഇടുകയാണെങ്കിൽ അത് ആ ഡ്രഗിൻ്റെ ആക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഫ്ലൂറസിപ്പാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള മീഥൈലോ അല്ലെങ്കിൽ C2H5 ഗ്രൂപ്പാണ് ഈ നൈട്രജൻ്റെ മുകളിലുള്ള R2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രഗിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ലഭിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഫ്ലൂറസിപ്പാം. അപ്പോൾ ഫ്ലൂറസിപ്പാമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ C2H5 നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ മീഥൈൽ അല്ലെങ്കിൽ C2H5 ആണ്. അതോടെ രണ്ടുമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലൂറസിപ്പാമിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ റിംഗ് എയുടെ കാര്യത്തിലും പറയുന്നത്. ഫ്ലൂറസിപ്പാം വരയ്ക്കുമ്പോൾ നമ്മൾ റിംഗ് എയിൽ ഒരു ക്ലോറിൻ ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റിംഗ് ബിയിൽ നമ്മൾ CH2, CH2N, C2H5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിംഗ് സിയിൽ നമ്മൾ ഫ്ലൂറിൻ ആറ്റമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലൂറസിപ്പാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് കാർബോണിൽ ഫംഗ്ഷൻ വിത്ത് 2 ഹൈഡ്രജൻ അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ഗീവ്സ് മെഡസിപ്പാം വിച്ച് ഈസ് ലെസ് ആക്റ്റീവ്. അതായത് നമ്മൾ ഈ ഒരു റിംഗിൽ, കോമൺ ആയിട്ടുള്ള റിംഗിൽ നമ്മുടെ ഈ കാർബോണിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറ്റിയിട്ട് നമ്മൾ 2 ഹൈഡ്രജൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള റിംഗ് ആയി ഫോം ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് മെഡസിപ്പാം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനാണ് നമുക്ക് ലഭിക്കുക. അത് ലെസ് എഫക്റ്റീവ് ആണ് നമ്മുടെ ഈ ഒരു ഡ്രഗിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കാർബോണിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ 3rd പൊസിഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആ ഡ്രഗിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെയും അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ സോൾട്ടിൻ്റെ ഫോർമേഷനെയും ഹെൽപ്പ് ചെയ്യും. അതായത് കാർബോണിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഈ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡ്രഗിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും വാട്ടർ സൊല്യൂബിൾ സോൾട്ടിൻ്റെ ഫോർമേഷനെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സാച്ചുറേഷൻ ഓഫ് 4,5 ഡബിൾ ബോണ്ട് റെഡ്യൂസസ് ദ പൊട്ടൻസി. സാച്ചുറേഷൻ ഓഫ് 4,5 ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഡബിൾ ബോണ്ടിനെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡ്രഗിൻ്റെ പൊട്ടൻസിനെ നശിപ്പിക്കും. ഇനി പറയുന്നത് ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റ് ദ 5th പൊസിഷൻ ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഇഫ് ദ ഫിനൈൽ ഗ്രൂപ്പ് ഹാസ് ദ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂവന്റ് ലൈക്ക് ക്ലോറിൻ, ഫ്ലോറിൻ അറ്റ് ദ ഓർത്തോ ആൻഡ് ഡയോർത്തോ പൊസിഷൻ ആക്ടിവിറ്റി ഈസ് ഇംപ്രൂവ്ഡ്. അതായത് ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൽ തൂങ്ങി കിടക്കുന്ന ഇതാണ് ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് 5th പൊസിഷനിൽ വരികയാണെങ്കിൽ അതെന്താണ്, ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫിനൈൽ ഗ്രൂപ്പിൽ ക്ലോറിനും ഫ്ലോറിനാണ് ഓർത്തോ അതുപോലെ തന്നെ ഡയോർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ആ ഡ്രഗിൻ്റെ ആക്ടിവിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ SAR ഓഫ് ബെൻസോഡൈസിപ്പീൻ എന്ന് പറയുന്നത്.